നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം കുറച്ചൊക്കെ ആശങ്കപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആശങ്ക കൊണ്ട് അവസാനിപ്പിക്കാം, കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ വിട്ട് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കേരള സമൂഹത്തില് വല്ലാത്ത രീതിയിലുള്ള ഒരു ടോക്സിസിറ്റി വളർന്നു വളർന്നു വരുന്നുണ്ട്. ഈ ടോക്സിസിറ്റിയുടെ അളവ് കൂടുന്തോറും നമ്മുടെ സമൂഹത്തിനെ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് പോലും പ്രാപ്തിയുള്ള ഒരു സംഭവമാണ്. ഈ ടോക്സിസിറ്റിക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയാണ്. ആദ്യം തമാശയായിട്ടോ ജസ്റ്റ് ഒരു നിസ്സാര കാര്യമായിട്ടോ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ട്രെൻഡ് ഇപ്പൊ വളർന്നു വളർന്ന് നമ്മുടെ കൈ വിട്ടു പോകാറായി. എന്ത് ടോക്സിസിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതപരമായിട്ടുണ്ടാകുന്ന വേർതിരിവ്, റിലീജിയസ് ഇൻടോളറൻസ്, അത് നല്ലതുപോലെ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മതവിഭാഗക്കാരുടെ ഇടയിലാണ് ഈ ഒരു വേർതിരിവ് വളർന്നു വളർന്നു വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്രമിക്കുകയും, വാക്കുകൊണ്ടാണ് ഇപ്പൊ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം ഫിസിക്കൽ ആക്രമണത്തിലേക്ക് വരെ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. വാക്കുകളിലൂടെ, സോഷ്യൽ മീഡിയ വഴി വാക്കുകളിലൂടെ, കമന്റുകളിലൂടെയാണ് ഇപ്പൊ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് മതവിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. കൊലപാതകം, മോഷണം, കത്തിക്കുത്ത്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും ഇപ്പൊ ആൾക്കാർ മെയിൻ ആയിട്ട് നോക്കുന്നത് ആ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ മതമാണ്. പേരിലൂടെ മതം കണ്ടെത്തും. ഹിന്ദുവാണോ ചെയ്തത്, മുസ്ലിം ആണോ ചെയ്തത്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിന്റെ നേരെ അത്രയ്ക്ക് ആക്രമണമൊന്നുമില്ല. ക്രിസ്ത്യൻസിന് നേരെ അത്രയ്ക്ക് അങ്ങനെ വിവേചനമോ സെപ്പറേഷനോ ഒന്നും ഇപ്പൊ കണ്ടുവരുന്നില്ല. കൂടുതലായിട്ടും ഈ രണ്ട് മതങ്ങളുടെ ഇടയിലാണ്. അപ്പൊ അത് ഹിന്ദു ആണോ ചെയ്തത്, മുസ്ലിം ആണോ ചെയ്തതെന്ന് നോക്കും. എനിക്കൊന്ന് മുസ്ലിം ആണ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും അവൻ ഭീകരനാണ്, അവൻ മുസ്ലിമായിട്ടല്ലേ ജനിച്ചേ, അങ്ങനെ ഒരു മതത്തിലല്ലേ ജനിച്ചേ, അപ്പൊ ഈ രീതിയിലുള്ള തോന്നിവാസമൊക്കെ അവൻ ചെയ്യും, അത് സ്വാഭാവികമാണ്, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ജനിച്ച ആ മതത്തെ കുറ്റം പറഞ്ഞാൽ മതി, ആ മതത്തിൽ ജനിച്ച ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ ആയിപ്പോയത്. ഈ രീതിയിൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുവാണ്, എന്നിട്ട് അങ്ങ് എഴുതി വെക്കുവാണ്, കമന്റുകളിലൂടെ എഴുതി വെക്കുവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കമന്റ് കാണുന്ന എല്ലാ ആൾക്കാരിലും ദുഷ്ടന്മാരും നല്ലവരും ഉണ്ട്. എല്ലാ മതവിഭാഗത്തിലും എക്സ്ട്രീമായിട്ട് ഈ തീവ്രവാദം പ്രസംഗിച്ച് നടക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. അപ്പൊ ഇത് കാണുന്ന നോർമൽ ആയിട്ടുള്ള ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താകും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി നേരെ മറിച്ചത് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ചാണകസംഘി, RSS ഭീകരവാദി, അങ്ങനെ 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 ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കും. അവൻ RSSകാരുടെ അടിമയാണ്, RSSകാരുടെ സ്ലേവ് ആണ്, BJPക്കാരുടെ സ്ലേവ് ആണ്, അവൻ RSS ഭീകരവാദിയാണ്, അപ്പൊ ഈ രീതിയിലൊക്കെ അവൻ ചെയ്യും. ഇങ്ങനെ വിലയിരുത്തി കമന്റുകൾ ഇടുകയാണ്. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോരടിക്കാൻ കാരണം ആരായെന്ന് നമുക്കറിയില്ല, ആരാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഇതിപ്പോ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഇപ്പൊ മുസ്ലിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രൈമിന്റെ അടിയിൽ എടുത്ത് നോക്കിയാൽ മതി, വീഡിയോസിന്റെ അടിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് 90% കമന്റുകളും ഇതായിരിക്കും, അല്ലെങ്കിൽ പകുതിയെങ്കിലും ഇത്തരത്തിലുള്ള കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ വൈകാതെ തന്നെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കെട്ടിപ്പടുത്തേക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ്. പരസ്പരമുള്ള ഒത്തൊരുമ, ആ ഒത്തൊരുമയാണ് ഈ സമൂഹത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. പക്ഷെ ആ ഒരു ഒത്തൊരുമ ഇല്ലാതെയായി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനത്തിന്റെ ഇടയിൽ സ്പേസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം തകർന്നടിഞ്ഞ് തരിപ്പണമായി പോകും. കേരളീയരെ പോലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഉള്ളൊരു സമൂഹം ഇല്ലാതെയായി പോകും. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ ജോഗ്രഫിക്കലിയും ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നവും കൂടി വന്നു കഴിഞ്ഞാൽ എന്തുവായിരിക്കും നമ്മുടെ അവസ്ഥ? ആ പ്രശ്നം വരും, ഷുവറായിട്ടും വരും. കാരണം ആ സാഹചര്യമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നേരത്തെ ചെറിയൊരു കനല് പോലെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ കനൽ ഊതി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാര്. ഇപ്പൊ അതൊരു തീ ആയി കഴിഞ്ഞു. ഈ തീ കാട്ടുതീ ആകാതെ നോക്കേണ്ടത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഇത് നിസ്സാരമാണെന്ന് തോന്നും. നമ്മളൊരു കമന്റ് ഇട്ടു, അത് കഴിഞ്ഞു, അവിടെ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കും, അവിടെ കഴിയുന്നില്ല. ഈ കമന്റുകൾ വായിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും നിങ്ങൾ അറിയാതെ തന്നെ ഒരു ടോക്സിസിറ്റി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമന്റ് ഒരു ഹിന്ദു വായിക്കുമ്പോൾ, ഇപ്പൊ ഒരു മുസ്ലിമിനെതിരെയുള്ള ഒരു കമന്റ് ആണ്, ഒരു ഹിന്ദു വായിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ടോക്സിസിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആ മുസ്ലിമിനെതിരെയുള്ള കമന്റ് നല്ല പ്യുവർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം വായിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ അതൊരു വിഷമം ക്രിയേറ്റ് ചെയ്യും. ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ വിഷമമോ ചെറിയ ടോക്സിസിറ്റിയോ ക്രിയേറ്റ് ആയാൽ മതി, എവിടെയെങ്കിലും ഒന്ന് തുടക്കം കുറിച്ചാൽ മതി. നമ്മളിങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സാധനം ഇങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചേക്കുവാണ്, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇളകിപ്പോയാൽ മതി, ബാക്കി ഇങ്ങനെ അതിന്റെ പുറകെ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം.
ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വളർന്ന് വന്ന് അവസാനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ചെന്ന് എത്തിയതിനു ശേഷമേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ ഇപ്പോഴേ മനസ്സിലാക്കണം, ഈ ടോക്സിസിറ്റി നമ്മൾ അവസാനിപ്പിക്കണം. ഒരു ക്രൈം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ കാണുക. ഒരു കൊലപാതകം നടത്തി, ഒരു മനുഷ്യൻ ഒരു കൊലപാതകം നടത്തി, ആ രീതിയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷയവുമില്ല. പക്ഷെ പറയുന്ന ഒരു മുസ്ലിം ഒരു കൊലപാതകം നടത്തി, ഒരു ഹിന്ദു ഒരു കൊലപാതകം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വേറെ രീതിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇടയാക്കരുത്. മനഃപൂർവ്വമാണോ അറിയാതെയാണോ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. മനഃപൂർവ്വം ചെയ്യുന്നവരുടെ പാത നമ്മൾ പിന്തുടരാതിരിക്കുക. അറിയാതെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, തിരുത്തുക. അറിഞ്ഞോ അറിയാതോ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കേരള സമൂഹം നശിച്ചു പോകും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. അപ്പൊ നല്ല രീതിയിലുള്ളൊരു സമൂഹമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇങ്ങനെ കൊലപാതകമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു സമൂഹമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹമുള്ളവര് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി നോക്കണം. മതം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ പോലും പാടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. മതവിശ്വാസങ്ങൾ അനുഷ്ഠിക്കുന്നവര് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസിൽ അത് അനുഷ്ഠിക്കുക. അല്ലാതെ പബ്ലിക്കിന്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ പരിഹാരം ഉണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന്. ഇങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ടോക്സിസിറ്റി വളർന്നു വരുന്നുണ്ട്. ആ ടോക്സിസിറ്റി നമ്മൾ തന്നെ അവസാനിപ്പിക്കണം. അതിന് നമ്മൾ തന്നെ എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു ആപത്തായിരിക്കും. നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആപത്തായിരിക്കും. ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. പിന്നെ ഈ നാട്ടിൽ ആർക്കെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ? വർഷങ്ങളോളം ആ തമ്മിത്തല്ല് ഇങ്ങനെ നിലനിൽക്കും. എവിടെയെങ്കിലും ഒരിടത്ത് തമ്മിത്തല്ലി തുടങ്ങിയാൽ മതി. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ പ്ലേസിൽ, ഒരു ചെറിയ വില്ലേജിൽ തമ്മിത്തല്ല് തുടങ്ങിയാൽ മതി. പിന്നെ ആ തമ്മിത്തല്ല് വളർന്ന് കേരളം മുഴുവനായിട്ട് മാറും. അവസാനം രാജ്യം മുഴുവൻ ഒരു നാണക്കേടായിട്ട് കേരളം മാറും. ആ തമ്മിത്തല്ല് നിയന്ത്രിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ നിയന്ത്രിക്കാം. ഇപ്പൊ നമ്മൾ ടോക്കിംഗ് സ്റ്റേജിലാണ്, വാക്കുകൾ കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി തമ്മിത്തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആരെയും കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പിന്നെ ക്രമസമാധാന നില തകരും. പിന്നെ പ്രസിഡന്റ് ഇടപെടേണ്ടി വരും. അങ്ങനെ വലിയ വിഷയങ്ങളിലേക്കൊക്കെ മാറും. ഈ പറയുന്ന അത്രയും ഗുരുതരമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവും. ഗുരുതരമാകും. ഈ രീതിയിലാണ് സാഹചര്യം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഗുരുതരമാകും. അതിനൊക്കെയുള്ള സൈനുകൾ അവിടെ ഇവിടുന്നായിട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴേ നമ്മൾ അവസാനിപ്പിക്കണം. അപ്പൊ ഇതുപോലെയുള്ള കമന്റ് ഇടുന്ന ആൾക്കാര് നിങ്ങൾ അവസാനിപ്പിക്കുക. ഒരു ക്രൈം നടന്നു, അതിനെ നിങ്ങൾക്ക് വിലയിരുത്താം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമന്റുകൾ പറയാം. പക്ഷെ മതപരമായിട്ടുള്ള രീതിയിൽ, മതത്തെ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ദയവ് ഇത് പറയാതെ ഇരിക്കുക. നമ്മുടെ സമൂഹത്തിനോട് എന്തെങ്കിലുമൊക്കെ കടപ്പാട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് പറയാതെ ഇരിക്കുക. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളോ മോശക്കാരോ അല്ല. എല്ലാ ഹിന്ദുക്കളും ഭീകരവാദികളോ മോശക്കാരോ അല്ല. നല്ലതും ചീത്തയും എല്ലാത്തിലും ഉണ്ട്. അപ്പം ചീത്ത കണ്ടുപിടിച്ച് ആ ചീത്തയെ നശിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ പറ്റത്തുള്ളൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ചീത്ത എവിടെ നിന്നാണോ അതിനെ കണ്ടുപിടിച്ച് നശിപ്പിക്കുക. അതായത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒന്നും അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒറ്റയ്ക്കാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഡാർക്ക്നെസ് നമ്മളെ എന്ത് ചെയ്യും? കവർ ചെയ്യും. പക്ഷെ ഒന്നിച്ചാണ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ഡാർക്ക്നെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നല്ല സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് എല്ലാവർക്കും വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ടോക്സിസിറ്റി അവസാനിപ്പിക്കണം.